തൃത്വനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, വ്രതശുദ്ധിയുടെ പുണ്യദിനങ്ങളിലൂടെ നാം യാത്ര ചെയ്യുകയാണല്ലോ. നമ്മുടെ ആത്മാവിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ദിവ്യ ഔഷധമാണ് നോമ്പ്. നോമ്പ് എൻ്റെ വായ്ക്കൊരു കാവലായിരിക്കണമേ എന്ന് പിതാക്കന്മാർ പ്രൊമയോൻ സദറായിലൂടെ നമ്മെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മലയാളത്തിൽ വാക്പ്രകാശം എന്നൊരു പദമുണ്ട്. അതിൻ്റെ അർത്ഥം നല്ല വാക്കുകൾ ഉച്ചരിക്കുന്നവരുടെ ചുറ്റും ഈശ്വരൻ പ്രകാശിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വാക്കുകൾ വിഷലിപ്തമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സദൃശിവാക്യം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ പഠിപ്പിക്കുന്നു, മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ ക്രോധത്തെ ജ്വലിപ്പിക്കുന്നു, വർദ്ധിപ്പിക്കുന്നുവെന്ന്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതാകട്ടെ എന്ന്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ നാവിൽ നിന്ന് ഉയരുന്ന ലാവണ്യമുള്ള വാക്കുകൾ അനേകർക്ക് പ്രകാശമായി, വെളിച്ചമായി, ആശ്വാസമായി, കരുണയായി. പരിശുദ്ധമായ ഈ നോമ്പിൻ്റെ അനുഭവങ്ങളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നോമ്പിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനും മനനം ചെയ്യുവാനും നമുക്ക് സാധിക്കണം. നല്ല വാക്കുകൾ നമുക്ക് ഉച്ചരിക്കുവാൻ, നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് കരുണയും സാമീപ്യവും ആശ്വാസവും പ്രകാശവുമായി മാറുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. യേശുവിൻ്റെ ലാവണ്യമുള്ള വാക്കുകൾ അവനിലേക്ക് അനേകരെ ആകർഷിപ്പിച്ചു. നമുക്കും ഈ നോമ്പിൽ ഒരു ക്രിസ്തുവായി മാറുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽക്കാരനെ നിർത്തണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്രകാരം ഈ നോമ്പിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം തമ്പുരാൻ നമുക്ക് ഈ നോമ്പിൽ പ്രദാനം ചെയ്യട്ടെ. ആമീൻ.